നിങ്ങൾ അല്പസമയത്തിനകം കുടമാറ്റം ആരംഭിക്കും. വലിയ ആകാംക്ഷയിൽ അവിടെ പൂരപ്രേമികൾ ചുറ്റും കൂടി നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഇക്കുറി 15 മിനിറ്റ് മാത്രമാണ് കുടമാറ്റ ചടങ്ങ് നടക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലൊക്കെ 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങായിരുന്നു അത്. പക്ഷേ ഇക്കുറി അത് ആചാരത്തിൻ്റെ ഭാഗമായി മാത്രം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂരം വെറും ഒരു ആചാരം മാത്രമാക്കി നടത്തുക എന്നുള്ളതാണ് ഇത്തവണ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുടമാറ്റമൊക്കെ വെറും ഒരു ആചാരമായി മാത്രം നടക്കും. അല്ലാത്ത പക്ഷം പൂരത്തിലെ തന്നെ ഏറ്റവും ആകർഷകരമായ ഒരു ചടങ്ങാണ് കുടമാറ്റം എന്ന് പറയുന്നത്. ഇരുവിഭാഗവും പാറമേക്കാവും തിരുവമ്പാടിയും നേർക്കുനേർ പോരാടുന്ന ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കുടമാറ്റം എന്നുള്ള ഒരു ചടങ്ങിൽ നമുക്ക് കാണാൻ കഴിയും. 15 ഗജവീരന്മാർ ഇരുവശത്തുമായി അണിനിരക്കുന്നു. അതിനു മുകളിൽ പലതരം വർണ്ണക്കുടകളുമായി ആളുകൾ വലിയ ആകാംക്ഷ സൃഷ്ടിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സർപ്രൈസ് കുടകളും സർപ്രൈസ് എൻട്രികളും ഒക്കെയായി ഇരുവിഭാഗവും ഞെട്ടിക്കുന്ന ഒരു ചടങ്ങ്. പക്ഷേ ഇക്കുറി സർപ്രൈസ് കുടകൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്തൊക്കെ വെറൈറ്റികളാണ് ഇരുവിഭാഗവും കരുതി വച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല. കാരണം നമുക്കറിയാം, വലിയ ചടങ്ങല്ല, ചെറിയ ചടങ്ങായി മാത്രം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആവേശം ഇക്കുറി കുടമാറ്റത്തിനുണ്ടാവുമെന്നുള്ളതിൽ ഉറപ്പില്ല. ഏറ്റവും നല്ല 15 ആനകളെ ഇരുവിഭാഗത്തും പാറമേക്കാവും തിരുവമ്പാടിയും അണിനിരത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും പാമ്പാടി രാജനും എറണാകുളം ശിവകുമാറും ഒക്കെ ഈ ചടങ്ങിലേക്ക് വരുമ്പോൾ സൂപ്പർ സ്റ്റാറുകളാണ്. ഇതിന് ചുറ്റും ആളുകൾ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ആനയെ കാണാനും കുടമാറ്റം കാണാനും ഒക്കെയായി വലിയ ആരാധകർ, ആനയുടെ ആരാധകർ അല്ലെങ്കിൽ പൂരപ്രേമികൾ ഈ പൂരനഗരിയിലേക്ക് ഒഴുകിയെത്തുന്നതാണ് നമ്മൾ കാണാറുള്ളത്. സാധാരണയായി ആനയെ ഒരുക്കുന്നത് പോലും ഒരു ചടങ്ങാണ്. നെറ്റിപ്പട്ടം, കോലം, വെഞ്ചാമരം, ആലവട്ടമൊക്കെ ഒരുങ്ങി ആനയെ ഇങ്ങനെ ഒരുക്കി നിർത്തുന്ന കാഴ്ച ആളുകൾക്ക് വലിയ കുളിർമയേക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ അല്പസമയത്തിനകം കുടമാറ്റ ചടങ്ങ് ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തെക്കേ ഗോപുരനടയിൽ ഇരുവിഭാഗവും നേർക്കുനേർ നിൽക്കും. ഏകദേശം 100 മീറ്റർ അകലത്തിൽ ഇടയിൽ ജനം വലിയ ആകാംക്ഷയിൽ നിൽക്കുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ പൂരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. കുടകൾ ഒരുക്കുന്നതിൽ തന്നെ ഒരു വലിയ രഹസ്യമുണ്ട്. ഓരോ വിഭാഗവും 30-ൽ പരം കുടകൾ സാധാരണയായി തയ്യാറാക്കാറുണ്ട്. പക്ഷേ ആദ്യം പുറത്തെടുക്കുന്നത് 15 എണ്ണം മാത്രമായിരിക്കും. ബാക്കിയുള്ളത് സർപ്രൈസായി വെക്കുകയാണ് സാധാരണ ചെയ്യുക. അതിനുശേഷം ഒരു അടിപൊളി കുട ഒരു പക്ഷം ഉയർത്തിക്കഴിഞ്ഞാൽ അതിന് മറുപടിയായി എതിർപക്ഷം മറ്റൊരു കുട ഉയർത്തുന്നു. അങ്ങനെ ഏതാണ് അതിനേക്കാൾ കേമമാണ് എന്ന് തിരിച്ചടിക്കാനുള്ള ഒരു ആയുധമാക്കി ഇതിനെ മാറ്റുന്നു. കുട നിർമ്മിക്കുന്നത് കൂടുതലും കരകൗശല വിദഗ്ധരാണ്. മതത്തിൻ്റെ വേലിക്കെട്ടുകളൊക്കെ അടിച്ച് ഒടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഈ കുടമാറ്റം എന്ന് പറയുന്ന ചടങ്ങിൽ നടക്കുന്നത്. സൂര്യൻ പടിഞ്ഞാറ് ചായുമ്പോൾ വെയിലിൻ്റെ ചൂട് കുറഞ്ഞു വരുമ്പോൾ സ്വർണ്ണ വെളിച്ചത്തിൽ ആ കുടകളൊക്കെ ഇങ്ങനെ ഗജവീരന്മാരുടെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന കാണാൻ വലിയൊരു ചന്തം തന്നെയാണ്. നമുക്കറിയാം, തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശങ്ങളൊന്നും നമുക്കറിയാം. ഇലഞ്ഞിത്തറ മേളം അവസാനിച്ചാൽ, അതിൻ്റെ അലയൊലികൾ അവസാനിച്ചാൽ അല്പസമയം ഒരു നിശബ്ദതയാണ്. അതിനുശേഷമാണ് ഈ കുടമാറ്റം ആരംഭിക്കുന്നത്. ആളുകൾ കുടമാറ്റം കാണാനായി വലിയ രീതിയിൽ പൂരമൈതാനത്തേക്ക് എത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കുറി അല്പം തിരക്ക് കുറവാണ്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂരം ചെറിയൊരു ചടങ്ങായി മാത്രം നടത്തുന്നതുകൊണ്ട് തന്നെ വലിയൊരു ജനത്തിരക്കുണ്ടെങ്കിൽ പോലും മുൻ വർഷങ്ങളെ സംബന്ധിച്ചുള്ളൊരു ജനത്തിരക്ക് ഇക്കുറി ഇല്ല എന്നുള്ളതാണ്